sir, CB Malayan sir, Shyam sir, Ranjit sir, all of the legends who are here. ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ VKP എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ്. ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. പാരമ്പഴവും ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശകളെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റിൽ. ആൻഡ് വിനോദ് നിത്താൻ, വിനോദേട്ടൻ വെരി നൈസ് പ്രൊഡ്യൂസർ, ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തന്നു. ആൻഡ് ഹിസ് എൻറ്റയർ ടീം, RD, and also I would like to mention Samir Seth, his partner, and his another partner RD. പിന്നെ of course അശ്വിൻ വളരെ എന്താ പറയുക പുതിയൊരു ടാലൻറ്റ്. I forgot to mention Padma sir. Sorry, ഞാൻ കണ്ടില്ല. അശ്വിൻ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ മണിയമുള്ള രാജു ചേട്ടൻ, ഞങ്ങളുടെ അശോകൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്ത ഒരു സിനിമയാണ്. നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്വാഗതം. അത് മാത്രമല്ല, lot of respected directors and actors are here, so I'm slightly nervous, but film is the one that should speak. അപ്പോൾ ഈ സിനിമ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയെല്ലാം ഇറ്റ്സ് ഓൾ only we can do the film, rest is not in our hands, so we are hoping and we are praying that the film do well and get good opinion about the film. Thank you. ദൈവത്തിന് നന്ദി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടെയുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗദീശേട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിരുന്നത്. എല്ലാ ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാൻ അതെല്ലാം ചെറിഷ് ചെയ്ത് ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലും സംസാരിക്കാനില്ല. പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയുന്നത്. സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി നിങ്ങളൊക്കെ എത്തിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയാലും ശാതങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് VKP കണ്ട് പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടർ. ഞാൻ അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരിശീലനം കിടക്കുന്നില്ലേ, ചാണകം കരിച്ചിട്ട എന്തെങ്കിലും ഒന്നിനെ വിളിച്ചൂടെ, ചാണകം വാരി തെങ്ങിനിട്ട നല്ലത് എന്തെങ്കിലും എടുത്തുകൊണ്ട് എൻ്റെ തോളെത്തിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടി എന്ന് പറഞ്ഞൊരു ഷേഖൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിൽ ഇട്ടു. ഗുലുമാല സിനിമയാണെങ്കിൽ ഞാൻ വെച്ചാൽ ആഡ് ഡയറക്ടറെ പടത്തിൽ എനിക്കാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ എടുക്കും ഇങ്ങനെ കൊല്ലം പറയുക വെച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് ഉപയോഗം കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു. അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാലമ്പഴം നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ വഴി നമ്മുടെ സെറ്റിൽ സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഷാ സാനിക്ക് ഇവിടെ ഉണ്ട്. നിഷാ സാനിക്ക് 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷാ സാനിയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ പോലും ഞങ്ങൾ ഇവിടെ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായി. ഇത് എങ്ങനെ വിധി എന്ന് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ പാലമ്പഴം എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞ എൻ്റെ രസം കളയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞൊരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മരിച്ചുപോയ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പം ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം
പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമ തുടങ്ങുന്നത്. പാവമിനിപ്പ്, പാശമലർ, പാട്ടുകാപ്പ്, പാലുപഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്നതാണ്. എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സർക്കാർ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പോലെ മയ്യൽ പോൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല തമിഴ് കേരളത്തിലും തമിഴ്നാട് ഇന്ത്യയിൽ അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചും അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഭീം സിംഗ് സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായത് മതി, പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ ഞാൻ കണ്ട അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അധിക സമയം വന്നില്ല. പിന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇത് മുമ്പ് തമിഴിൽ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പൈസ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല, അതിന് മുമ്പ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കാലൊക്കെ ശരിയായി, പടം നിർന്നപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ എല്ലാ വിദ്യാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും അശ്വനും ഇതിൻ്റെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് പാലുംപഴു എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എനിക്കുണ്ടായത്. വളരെ കാലം അതിപ്പം ഇവിടെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇവിടെ പറയാം. അപ്പം പറഞ്ഞോളൂ. അല്ല, വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയിൽ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ്. ഞാനൊരു പിന്നണി ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും നല്ല നിർമ്മാതാവ് വിനോദവുമാണ്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു. ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ്. വളരെ എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ്, വി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ്. ഈ സിനിമകൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറിയും എനിക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും, ഇതും വളരെ പ്രത്യേകതയുള്ള സിനിമയായിരിക്കും. പിന്നെ എൻ്റെ കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചപ്പോഴൊന്നും പറയാൻ സാധിക്കുന്നില്ല. പടം നന്നായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തിയേറ്ററിലും ഈ സിനിമ നന്നായി കളക്ട് ചെയ്യുമെന്നും എനിക്കൊരു വിശ്വാസമുണ്ട്. എനിവേ വളരെ സന്തോഷകരമായൊരു ചടങ്ങിൽ വളരെ ഒരു ഉത്സാഹം തോന്നുന്നുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീണ്ടും പാട്ടെടുക്കാൻ നമുക്ക് കേൾക്കാം. പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് ഈ കെ പി സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലപ്പഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിനും പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് ഉള്ളത് സർപ്രൈസ് അല്ല, സത്യം പറഞ്ഞ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു 1, 2, 3, 4 സിനിമയിലെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ 5 ഉണ്ട്. 5 ഫിലിമിലെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ്, മുണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ജോഷി സാറുണ്ട്, സിബി സാറുണ്ട്, പിന്നെ ശ്യാമപ്രസാദ്. ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ
അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. എന്തായാലും 2-3 വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിബി സാറിൻ്റെ സിനിമയിലും ഇതുപോലെ എൻ്റെ വീട് അപ്പൂൻ്റെയും ചെയ്തു. ജോഷി സാറിൻ്റെ പോത്തനുമാവ, ജന്മം, അങ്ങനെ 2 മൂവിയിൽ അഭിനയിച്ചു. രഞ്ജിത്ത് സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ, സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ദിവസം എപ്പോഴും ഫോണിലാണ് പറഞ്ഞത്, ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ, സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എനർജി ആയിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റിൽ. ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളും ഒക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു കൈയടി കൊടുക്കാം. നമ്മുടെ ആശംസ അതിലൂടെ നമുക്ക് അറിയിക്കാം.